നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ എക്കണോമിക് പ്ലാനിങ് കൊണ്ടുള്ള നേട്ടങ്ങളാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ചില കാരണങ്ങൾ പറയുകയാണ്. എക്കണോമിക് പ്ലാനിങ്ങിനെതിരെ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ചില ലിമിറ്റേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ കേസ് എഗെയിൻസ്റ്റ് എക്കണോമിക് പ്ലാനിങ്. ഏതൊരു കാര്യത്തിനും ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ തന്നെ എക്കണോമിക് പ്ലാനിങ്ങിന് അതിൻ്റേതായ ഗുണങ്ങളുമുണ്ട്, കുറച്ച് ചെറിയ ദോഷങ്ങളുമുണ്ട്. വലിയ ദോഷങ്ങളൊന്നും അല്ല കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്. ആ ടോപ്പിക്കിൻ്റെ പേരാണ് മക്കളെ കേസ് എഗെയിൻസ്റ്റ് എക്കണോമിക് പ്ലാനിങ്. എക്കണോമിക് പ്ലാനിങ്ങിനെതിരായിട്ടുള്ള കേസുകൾ. കേസ് എന്ന് പറയുമ്പോൾ കോടതി പോയി കേസ് കൊടുക്കുന്നൊന്നുമല്ല, അതിൻ്റെ ലിമിറ്റേഷൻസ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എക്കണോമിക് ഫ്രീഡം നഷ്ടപ്പെടുന്നു. ലോസ് ഓഫ് എക്കണോമിക് ഫ്രീഡം നഷ്ടപ്പെടുന്നു. ഈ എക്സ്പ്ലനേഷൻ ഇതേ കൂട്ട് കാണാതെ എഴുതണമെന്ന് ഞാൻ പറയത്തില്ല, പോയിന്റ് കറക്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ ഒരു എക്സ്പ്ലനേഷൻ്റെ ഒരു ബേസ് ഇട്ട് തരിക. നിങ്ങൾക്ക് വേണേൽ എന്ത് ചെയ്യാം, ഇത് റെഡ്യൂസ് ചെയ്യുകയോ ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇത് കണക്ക് തന്നെ കാണാതെ പഠിച്ചെഴുതണമെന്ന് ഞാൻ പറയത്തില്ല. ഇത് മനസ്സിലാക്കി വെച്ച് നിങ്ങളുടെ സെൻറ്റൻസ് എഴുതിയാലും മതി. അപ്പോൾ ഒന്നാമത്തെ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഇതിലുള്ള കേസ് അഗെയിൻസ്റ്റ് എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ എക്കണോമിക് ഫ്രീഡം നഷ്ടപ്പെടുന്നു. അതിൻ്റെ കാരണം എന്തോ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ പോയിന്റ് അവർ പറയുന്നത് ഒരു പ്ലാൻഡ് എക്കോണമിയുടെ അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ് നടപ്പിലാക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയൊരു ഒബ്ജക്ഷനായിട്ട് ആൾക്കാരെടുത്ത് പറയുന്നത് ഇതെന്ത് എക്കണോമിക് ഫ്രീഡത്തെ നഷ്ടപ്പെടുത്തുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഒരു പ്ലാൻഡ് എക്കോണമി അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ് നടപ്പിലാക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നുള്ളത്, എല്ലാവരും എടുത്തു പറയുന്നൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ എന്ത് തന്നെയാണ്, ലോസ് ഓഫ് എക്കണോമിക് ഫ്രീഡം തന്നെയാണ്. അതാ പറഞ്ഞിരിക്കുന്ന ദ അറ്റ്മോസ്റ്റ് ഒബ്ജക്ഷൻ ലെവൽഡ് എഗെയിൻസ്റ്റ് പ്ലാൻഡ് എക്കോണമി. ഒരു പ്ലാൻഡ് എക്കോണമി അല്ലെങ്കിൽ എക്കണോമിക് പ്ലാനിങ് നടപ്പിലാക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാവരും പറയുന്ന ഒരു ഒബ്ജക്ഷൻ, ഇത് വേണ്ട, എക്കണോമിക് പ്ലാനിങ് വേണ്ട, അതിൻ്റെ ഒരു ഒബ്ജക്ഷനായിട്ട് പറയുന്ന കാര്യം എന്ത് തന്നെയാണ് ഈസ് ദാറ്റ് ദർ ഈസ് ലോസ് ഓഫ് എക്കണോമിക് ഫ്രീഡം. എക്കണോമിക് ഫ്രീഡം എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തുന്നു. എക്കണോമിക് ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. എന്താണ് കാര്യം പറഞ്ഞുതരാം. നമ്മളൊരു പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഒരു എക്കണോമിക് പ്ലാനിങ് കൊണ്ടുവരുമ്പോൾ അതിന് കുറേ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ഒരു എക്കണോമിക് പ്ലാനിങ് കൊണ്ടുവരുമ്പോൾ ഒരു സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ തന്നെ കോവിഡിൻ്റെ സമയത്ത് ഒരു എക്കണോമിക് പ്ലാനിങ് കൊണ്ടുവന്നു. ആ പ്ലാനിങ്ങിൻ്റെ ഫലമായി കുറേയധികം സ്ട്രിക്റ്റ് റെഗുലേഷൻസും ഉണ്ടായിരുന്നു, ഇല്ലേ? ആ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് നമ്മുടെ എല്ലാം ഫ്രീഡത്തെ എന്ത് ചെയ്യുന്നു, വളരെ വളരെ ദോഷകരമായി ബാധിച്ചു. പക്ഷേ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് എങ്കിൽ പോലും ആ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ആ കോവിഡ് സമയത്തെ എക്കണോമിക് പ്ലാനിങ് നമ്മുടെ ഫ്രീഡത്തെ നല്ലപോലെ ബാധിച്ചു. പിന്നെ മറ്റൊരു എക്കണോമിക് പ്ലാനിങ് നമ്മുടെ രാജ്യത്ത് വന്ന നോട്ട് നിരോധനം, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അത് നമ്മുടെ ഒരു ഫ്രീഡത്തെ നല്ലപോലെ ബാധിച്ചില്ലേ? 2000 നോട്ട് നിരോധിച്ചപ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ എക്കണോമിക് ഫ്രീഡത്തെ ബാധിച്ചു. നമുക്ക് ബാങ്കിൽ പോയി നിന്ന് ക്യൂ നിൽക്കേണ്ടി വന്നു നമ്മുടെ നോട്ടുകൾ മാറാൻ വേണ്ടി. നമുക്ക് ഓരോ ദിവസവും നമുക്ക് എത്ര രൂപ മാത്രം ട്രാൻസാക്ഷൻസേ നടത്താൻ സാധിച്ചുള്ളൂ, ഇല്ലേ? അപ്പോൾ അവിടെ ഒരു എക്കണോമിക് പ്ലാനിങ് ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി കൊണ്ടുവരികയും ആ എക്കണോമിക് പ്ലാനിങ് നടപ്പിലാക്കാൻ വേണ്ടി പ്രധാനമന്ത്രി കുറേ സ്ട്രിക്റ്റ് റൂൾസും റെഗുലേഷൻസ് കൊണ്ടുവരികയും ചെയ്തു. അത് എന്തിലേക്ക് നയിച്ചു? നമ്മുടെ ഫ്രീഡത്തെ വളരെ 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 ദോഷകരമായി ബാധിച്ചു. അത് തന്നെ ഈ പോയിന്റിൽ പറയുന്നത്, അല്ല വേറെ കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എക്കണോമിക് പ്ലാനിങ് നടപ്പിലാക്കുമ്പോൾ, ഇപ്പോൾ നോട്ട് നിരോധനം നടപ്പിലാക്കിയപ്പോൾ അത് നമ്മുടെ ഫ്രീഡത്തെ ബാധിച്ചു. അത് തന്നെ ഈ പോയിന്റിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്തുവാ? ലോസ് ഓഫ് എക്കണോമിക് ഫ്രീഡം. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്തുവാണ്? ദ അറ്റ്മോസ്റ്റ് ഒബ്ജക്ഷൻ ലെവൽഡ് എഗെയിൻസ്റ്റ് പ്ലാൻഡ് എക്കോണമി. ഒരു പ്ലാൻഡ് എക്കോണമിക്കെതിരെയുള്ള ഒരു ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ, ഏറ്റവും മർമ്മപ്രധാനമായ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു എക്കണോമിക് പ്ലാനിങ്ങിനെതിരെയുള്ള മർമ്മപ്രധാനമായ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈസ് ദാറ്റ് ദർ ഈസ് ലോസ് ഓഫ് എക്കണോമിക് ഫ്രീഡം. നമ്മുടെ എക്കണോമിക് ഫ്രീഡത്തെ ഇത് നഷ്ടപ്പെടുത്തുന്നു. എങ്ങനെയാണ് നഷ്ടപ്പെടുത്തുന്നത്? ഞാൻ അടുത്ത സെൻറ്റൻസിൽ പറയാം. പ്ലാനിങ് സക്സസ്ഫുൾ ആവണമെങ്കിൽ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതാ പറഞ്ഞത്, പ്ലാനിങ് കനോട്ട് ബി സക്സസ്ഫുൾ അണ്ടിൽ സ്ട്രിക്റ്റ് റെഗുലേഷൻ ഈസ് നോട്ട് ഇമ്പോസ്ഡ് ആൻഡ് ഡ്യൂലി കൺട്രോൾഡ് ബൈ ദി സ്റ്റേറ്റ്. അപ്പോൾ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഇമ്പോസ് ചെയ്യുകയും അത് സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുകയും ചെയ്തെങ്കിൽ മാത്രമേ പ്ലാനിങ് സക്സസ്ഫുൾ ആവത്തുള്ളൂ.
ഇപ്പോൾ ഒരു പ്ലാനിങ് സക്സസ്ഫുൾ ആകണമെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ സക്സസ്ഫുൾ ആകണമെങ്കിൽ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഇമ്പോസ് ചെയ്യുകയും അത് സ്റ്റേറ്റ് എന്ത് ചെയ്യുകയും ചെയ്യണം, കൺട്രോൾ ചെയ്യുകയും ചെയ്യണം. അതാ പറഞ്ഞിരിക്കുന്നത്. പ്ലാനിങ് കനോട്ട് ബി സക്സസ്ഫുൾ, പ്ലാനിങ് ഒരിക്കലും വിജയകരമായി മാറില്ല എന്തില്ലെങ്കിൽ അണ്ടിൽ സ്ട്രിക്റ്റ് റെഗുലേഷൻ ഈസ് നോട്ട് ഇമ്പോസ്ഡ്, സ്ട്രിക്റ്റ് റെഗുലേഷൻ ഇമ്പോസ് ചെയ്തില്ലെങ്കിലും, പിന്നെന്തോ അതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിലും, ഡ്യൂലി കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ്. ഇതെന്തിലേക്ക് ഭവിക്കുന്നു, ദസ് പറയുന്നു, ദസ് പ്ലാനിങ് ലിമിറ്റ്സ്. അതുകൊണ്ട് നമുക്ക് പറയാം പ്ലാനിങ് എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ചെയ്യുന്നു ഇൻഡിവിജ്വൽ ഫ്രീഡം സെവിയർലി എന്തുവാ, ഇൻഡിവിജ്വൽ ഫ്രീഡം ലിമിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ലോസ് ഓഫ് എക്കണോമിക് ഫ്രീഡം. ലോസ് ഓഫ് എക്കണോമിക് ഫ്രീഡം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, എക്കണോമിക് പ്ലാനിങ് ആണ്. എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ 2000 നോട്ട് നിരോധിച്ചത്. അപ്പോൾ അത് നമ്മുടെ എല്ലാം ഫ്രീഡത്തെ ദോഷകരമായി ബാധിച്ചു. അപ്പോൾ അതിന് കുറേ റൂൾസും റെഗുലേഷൻസും ഒക്കെ, സ്ട്രിക്റ്റ് റൂൾസൊക്കെയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത്. അത് നമ്മുടെ ഫ്രീഡത്തെ ദോഷകരമായി ബാധിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. ദ അറ്റ്മോസ്റ്റ് ഒബ്ജക്ഷൻ ലെവൽഡ് എഗെയിൻസ്റ്റ് പ്ലാൻഡ് എക്കോണമിക്കെതിരെയുള്ള അറ്റ്മോസ്റ്റ് ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെതിരെ പറയുന്ന ഒരേ ഒരു കാരണം എന്താണ്, ഒന്നാമത്തെ കാരണം എന്തുവാണ്, ഇസ് ദാറ്റ് ദർ ഈസ് ലോസ് ഓഫ് എക്കണോമിക് ഫ്രീഡം നഷ്ടപ്പെടുന്നു. അതെങ്ങനെയെന്ന് പറയാം. പ്ലാനിങ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, സ്ട്രിക്റ്റ് റെഗുലേഷൻ ഇമ്പോസ് ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യണം ആര്, സ്റ്റേറ്റ്. അതാ പറഞ്ഞിരിക്കുന്നത്. പ്ലാനിങ് കനോട്ട് ബി സക്സസ്ഫുൾ, പ്ലാനിങ് സക്സസ്ഫുൾ ആകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഇമ്പോസ് ചെയ്തിരിക്കണം. സ്ട്രിക്റ്റ് റെഗുലേഷൻ ഈസ് നോട്ട് ഇമ്പോസ്ഡ് ആൻഡ് ഡ്യൂലി കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ്. പ്ലാനിങ് ഒരിക്കലും സക്സസ്ഫുൾ ആകത്തില്ല എന്ത് കൊണ്ടുവന്നില്ലെങ്കിൽ, സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഇമ്പോസ് ചെയ്തില്ലെങ്കിലും അത് കൺട്രോൾ ചെയ്തില്ലെങ്കിലും. അപ്പോൾ നമുക്ക് പറയാം, അതുകൊണ്ട് നമുക്ക് പറയാം പ്ലാനിങ് എന്ത് ചെയ്യുന്നു, ലിമിറ്റ് ചെയ്യുന്നു ഇൻഡിവിജ്വൽസിൻ്റെ ഫ്രീഡം. ഒന്ന് വായിച്ചു നോക്കിയേ. രണ്ടാമത്തെ പ്ലാനിങ്ങിൻ്റെ അല്ലെങ്കിൽ പ്ലാൻഡ് എക്കോണമിയുടെ രണ്ടാമത്തെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ലീഡ്സ് ടു കയോസ്. എന്തുവാ, പ്ലാനിങ് ലീഡ്സ് ടു കയോസ് എന്ന് പറയുമ്പോൾ പ്ലാനിങ് ചില കുഴപ്പങ്ങളുണ്ടാക്കുന്നു. കയോസ് എന്ന് പറയുന്നത് കുഴപ്പമെന്നാണ്. പ്ലാനിങ് എന്തിലേക്ക് ഭവിക്കുന്നു, കുറച്ച് കുഴപ്പങ്ങളുണ്ടാക്കുന്നു. എന്ത് കുഴപ്പമെന്ന് നമുക്ക് നോക്കാം. നല്ല രീതിയിൽ റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്ലാൻഡ് എക്കോണമിയിൽ നല്ല രീതിയിൽ റിസോഴ്സുകളെ രാജ്യത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനത്തിൽ പ്രൊഡക്ഷനകത്ത് ചില കൺഫ്യൂഷനും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകും. അപ്പോൾ പ്ലാനിങ് എന്തിലേക്ക് ഭവിക്കുന്നു, കുഴപ്പങ്ങളിലേക്ക് ഭവിക്കുന്നു. പ്ലാനിങ് ലീഡ്സ് കയോസ് എന്ന് പറയുമ്പോൾ പ്ലാനിങ് കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. എന്ത് കുഴപ്പമാണ് പറയുന്നത്, റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്യാൻ നല്ല രീതിയിൽ റാഷണലായിട്ട് റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല, പോസിബിൾ അല്ല. ഏത് എക്കോണമിയിൽ, പ്ലാൻഡ് എക്കോണമിയിൽ നല്ല രീതിയിൽ റിസോഴ്സുകളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തെ റിസോഴ്സിനെല്ലാം നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ പ്ലാൻഡ് എക്കോണമിയിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അതെന്തിലേക്ക് ഭവിക്കുന്നു, ഉൽപ്പാദനത്തിൽ എന്ത് ഭവിക്കുന്നു, കൺഫ്യൂഷനും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നു. As a result, there will be confusion and chaos in production. അപ്പോൾ പ്ലാനിങ് എന്തിലേക്ക് നയിക്കുന്നു, കുഴപ്പങ്ങളിലേക്ക് ഭവിക്കുന്നു, അല്ലെ കുഴപ്പങ്ങളിലേക്ക് എത്തിക്കുന്നു. എന്താ കുഴപ്പം എന്തുവാണ്, റാഷണൽ അലോക്കേഷൻ നടക്കത്തില്ല, നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തിനെ, റിസോഴ്സസിനെ. റാഷണൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് വിൽ നോട്ട് ബി പോസിബിൾ അല്ല. റാഷണൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് വിൽ നോട്ട് ബി പോസിബിൾ ഏത് എക്കോണമിയിൽ, അണ്ടർ പ്ലാൻഡ് എക്കോണമിയിൽ എൻ്റെ പൊന്നുമക്കളെ നല്ല രീതിയിൽ റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യം തന്നെ നോക്കിയേ, നമ്മുടെ രാജ്യത്ത് നല്ല രീതിയിൽ റിസോഴ്സുകൾ എല്ലായിടത്തും അലോക്കേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഒരു പ്ലാൻഡ് എക്കോണമിയാണ്, നമുക്ക് പഞ്ചവത്സര പദ്ധതിയൊക്കെ ഉള്ളതാണ് ഇല്ലേ, നമുക്ക് കുറേയധികം പ്ലാനിങ് ഒക്കെ ഉള്ളതാണ്. എന്നിട്ട് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ പോവർട്ടി ലെവൽ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? ഇൻകം ഡിസ്പാരിറ്റി കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. കാര്യം എന്തുവാണ്, നല്ല രീതിയിൽ റിസോഴ്സുകളെ അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എവിടെ, പ്ലാൻഡ് എക്കോണമിയിൽ. അതെന്തിലേക്ക് ഭവിക്കുന്നു, കൺഫ്യൂഷനും കയോസും ഉണ്ടാക്കുന്നു. എവിടെ, പ്രൊഡക്ഷനകത്ത്. അതാ പറഞ്ഞിരിക്കുന്ന റാഷണൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് will not be possible. റാഷണൽ അലോക്കേഷൻ ഓഫ് റിസോഴ്സ് പോസിബിൾ അല്ല. എവിടെ, അണ്ടർ പ്ലാൻഡ് എക്കോണമി. അതെന്തിലേക്ക് ഭവിക്കുന്നു, ആസ് എ റിസൾട്ട് ദർ വിൽ ബി കൺഫ്യൂഷൻ ആൻഡ് കയോസിൻ. എന്തുവാണ്, ഉൽപ്പാദനം, പ്രൊഡക്ഷൻ. ഒന്ന് വായിച്ചു നോക്കിയേ. കേസ് അഗെയിൻസ്റ്റ് എക്കണോമിക് പ്ലാനിങ്ങിനെ പറഞ്ഞ ഒന്നാമത്തെ എക്കണോമിക് ഫ്രീഡം നഷ്ടപ്പെടുന്നു. രണ്ടാമത്തെ പ്ലാനിങ് എന്തിലേക്ക് ഭവിക്കുന്നു, പ്ലാനിങ് ലീഡ്സ് ടു കയോസ്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഒരു പ്ലാൻ ഈസി ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് തന്നെ എഴുതാം.
ഒരു പ്ലാൻഡ് എക്കോണമിയിൽ ഈസി ആയിട്ട് പ്രോപ്പർ പ്ലാൻ ഒന്നും ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പ്ലാൻ ഇതുവരെ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ? പിന്നെയല്ലേ നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിൽ നല്ലൊരു പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യുന്നത്. കാര്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം, നമുക്ക് നല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇല്ല. നമുക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ നല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ വേണം, റിലയബിൾ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ, വിശ്വസിക്കാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. നമ്മുടെ രാജ്യത്ത് ഉള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഒക്കെ ഉണ്ട്, അത് എത്രത്തോളം റിലയബിലിറ്റി ഉണ്ട് നമുക്കറിയത്തില്ല. നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലെ എല്ലാ കാര്യങ്ങൾക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഉണ്ട്, പക്ഷേ അവിടെ റിലയബിലിറ്റി ചോദ്യം ചെയ്യപ്പെടുന്നു. എന്നുവെച്ചാൽ പലതും കള്ളത്തരങ്ങളാണ്. നമ്മൾക്ക് പുറത്തു വരുന്ന പല സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസും റിലയബിൾ അല്ല മക്കളെ. അതിനകത്ത് കുറേയൊക്കെ മാനിപ്പുലേഷൻസും കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ നമ്മുടെ പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, നമ്മുടെ സമ്പത്ത് വ്യവസ്ഥയിലെ എല്ലാ സാധന സേവനങ്ങളുടെ എല്ലാം വിലയിലും എപ്പോഴും മാറ്റങ്ങൾ വരുന്നു. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നല്ല രീതിയിൽ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? നോട്ട് ഈസി ടു ഫോർമുലേറ്റ്. നോട്ട് ഈസി ടു ഫോർമുലേറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് എക്കോണമിയിൽ നല്ലൊരു പ്രോപ്പർ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നോൺ അവൈലബിലിറ്റി ഓഫ് എന്തുവാണ്? റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ. റിലയബിൾ ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇല്ല, ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത്, നമ്മുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും എല്ലാം വില എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ഫ്ലക്ച്വേഷൻസ് ഇൻ പ്രൈസ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റ് എന്താണ്? നോട്ട് ഈസി ടു ഫോർമുലേറ്റ് പ്ലാൻ ഈസി ആയിട്ട് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കിയേ. അനദർ പോയിൻ്റ് എഗെയിൻസ്റ്റ്, എന്തിനെതിരെ? പ്ലാൻഡ് എക്കോണമിക്കെതിരെയുള്ള അടുത്ത ഒരു പോയിന്റ് എന്തുവാണെന്നറിയാം അവിടെ പിള്ളേരെ? അനദർ പോയിന്റ് അഗെയിൻസ്റ്റ് പ്ലാൻഡ് എക്കോണമി എന്തുവാണെന്നറിയോ? ഈസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് മച്ച് ഈസി അല്ല, ഈസ് നോട്ട് മച്ച് ഈസി ടു ഫോർമുലേറ്റ് പ്രോപ്പർ പ്ലാൻ. ഒരു പ്രോപ്പർ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. അനദർ പോയിന്റ് അഗെയിൻസ്റ്റ് പ്ലാൻഡ് എക്കോണമി എന്തുവാണ്? ഈസ് നോട്ട് മച്ച് ഈസി ടു ഫോർമുലേറ്റ് എ പ്രോപ്പർ പ്ലാൻ. ഒരു പ്രോപ്പർ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. കാര്യം എന്താ? ദിസ് ഈസ് ബിക്കോസ് ഓഫ് എന്തില്ല? നോൺ അവൈലബിലിറ്റി ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയും പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് നടക്കുന്നു? ഫ്ലക്ച്വേഷൻ ഇൻ പ്രൈസസും. ഒന്ന് വായിച്ചു നോക്കി. പ്ലാൻഡ് എക്കോണമിയുടെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ് എക്കണോമിക് ഫ്രീഡം നഷ്ടപ്പെടുന്നു. പ്ലാനിങ് എന്തിലേക്ക് വഹിക്കുന്നു? കാവസിലേക്ക് വഹിക്കുന്നു. ഒരു പ്ലാൻ ഈസി ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നാലാമത്തെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ജോലിക്കാരും ഉണ്ട്, ഒരു ജോലിയും ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. 2 തരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലേ? നമ്മുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ നിർത്തി നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതേസമയം ഒരു പണിയും ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. ഇവർക്ക് 2 പേർക്കും കിട്ടുന്ന ശമ്പളം ഒന്ന് തന്നെയാണ്. അതാണ് നാലാമത്തെ പോയിന്റ് പറയുന്നത്. നോ ഇൻസെൻറ്റീവ് ഫോർ ഹാർഡ് വർക്ക്. പ്ലാൻഡ് എക്കോണമിയിലെ ഗവൺമെൻറ് സാലറീഡ് പേഴ്സൺസിനെല്ലാം കിട്ടുന്ന ശമ്പളം ഒന്ന് തന്നെയാണ്. അതിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നവന് കിട്ടുന്ന ശമ്പളവും ഒരു ജോലിയും ചെയ്യാത്തവന് കിട്ടുന്ന ശമ്പളവും ഒന്ന് തന്നെയാണ്. അതാ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻസെൻറ്റീവും കിട്ടത്തില്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. അവന് കിട്ടുന്ന ശമ്പളവും ജോലി ചെയ്യാതിരിക്കുന്നവന് കിട്ടുന്ന ശമ്പളവും ഒന്ന് തന്നെയാണ്. നോ ഇൻസെൻറ്റീവ് ഫോർ ഹാർഡ് വർക്ക്. നോക്കിയേ, ഇൻ എ പ്ലാൻഡ് എക്കോണമി, ഒരു പ്ലാൻഡ് എക്കോണമിയിൽ ദർ ഈസ് നോ ഇൻസെൻറ്റീവ് ഫോർ ഹാർഡ് വർക്ക്. ഹാർഡ് വർക്കിന് പ്രത്യേകിച്ച് ഇൻസെൻറ്റീവ് ഒന്നും കിട്ടത്തില്ല, എക്സ്ട്രാ പൈസയൊന്നും കിട്ടത്തില്ല ഹാർഡ് വർക്ക്. ബിക്കോസ് എന്തുകൊണ്ടാണ്? വർക്കേഴ്സ് ആർ റെഗുലർ സ്റ്റേറ്റ് എംപ്ലോയീസ്. സംസ്ഥാന സർക്കാർ അല്ല കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളികളാണ്. വർക്കേഴ്സ് ആർ റെഗുലർ സ്റ്റേറ്റ് എംപ്ലോയീസ് ഹൂ ഗെറ്റ് എന്തുവാ? ഫിക്സഡ് സാലറീസ്. അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഫിക്സഡ് സാലറി മാത്രമേ കിട്ടത്തുള്ളൂ. അത് മാത്രം മതി. അപ്പോൾ എന്തുകൊണ്ട് നാലാമത്തെ പോയിന്റ് എന്തുവാ? നോ ഇൻസെൻറ്റീവ് ഫോർ ഹാർഡ് വർക്ക്. എത്ര ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാലും അവന് ഫിക്സഡ് സാലറി മാത്രമേ കിട്ടത്തുള്ളൂ. അവന് ഹാർഡ് വർക്ക് ചെയ്യുന്നവന് കിട്ടുന്ന ശമ്പളവും ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നവന് കിട്ടുന്ന ശമ്പളവും ഒന്ന് തന്നെയാണ്. നല്ലപോലെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കിട്ടുന്ന ശമ്പളവും അധികം വലുതായിട്ട് പഠിപ്പിക്കാതെ ക്ലാസ്സിൽ കയറാത്ത അധ്യാപകർക്ക് കിട്ടുന്ന ശമ്പളം ഒന്ന് തന്നെയാണ്. അതാ പറഞ്ഞിരിക്കുന്ന ഇൻ എ പ്ലാൻഡ് എക്കോണമി. കാര്യം അവരെല്ലാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാ. ഇൻ എ പ്ലാൻഡ് എക്കോണമി ദർ ഈസ് നോ ഇൻസെൻറ്റീവ് ഫോർ, ഒരു ഇൻസെൻറ്റീവും ഇല്ല എന്തിന്? ഹാർഡ് വർക്കിന്. ബിക്കോസ് എന്തുകൊണ്ട്? വർക്കേഴ്സ് ആർ, ആ സംസ്ഥാനത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളികളാണ്. വർക്കേഴ്സ് ആർ റെഗുലർ സ്റ്റേറ്റ് എംപ്ലോയീസ്. അവർക്ക് കിട്ടുന്ന ശമ്പളം എല്ലാം ഒന്ന് തന്നെയാണ്. ഹു ഗെറ്റ് ഫിക്സഡ് സാലറീസ്. ഒന്ന് വായിച്ചേ. 4 പോയിന്റ് പറഞ്ഞു. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നത് തന്നെയാണ്. പ്ലാൻഡ് എക്കോണമിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഡേഞ്ചർ ഓഫ് ബ്യൂറോക്രസി ആൻഡ് റെഡ് ടാപ്പിസം. ഡേഞ്ചർ ഓഫ് ബ്യൂറോക്രസിയും പിന്നെന്തുവാ? റെഡ് ടാപ്പിസവും കൈക്കൂലിയൊക്കെ ഈ പറയുന്നത്.
അപ്പോൾ നമ്മുടെ ഇന്നെഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേഷൻ ആയതുകൊണ്ടാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ഇന്നെഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേഷൻ ഉള്ളത് കൊണ്ടാണ് എവിടെ പ്ലാൻഡ് എക്കോണമിയിൽ എന്തുണ്ടാകുന്നത് ഡേഞ്ചർ ഓഫ് ബ്യൂറോക്രസിയും പിന്നെന്തുവാ റെഡ് ടാപ്പിസവും ഉണ്ടാകുന്നത്. അപ്പോൾ ഡേഞ്ചർ ഓഫ് ബ്യൂറോക്രസിയും റെഡ് ടാപ്പിസവും നമ്മുടെ പ്ലാൻഡ് എക്കോണമിയിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ഇന്നെഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേഷനാണ്. നമ്മുടെ ഭരണകർത്താക്കളുടെ അഡ്മിനിസ്ട്രേഷൻ ശരിയല്ല, അത് എഫിഷ്യൻ്റ് അല്ല. അതുകൊണ്ട് അതാ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ പ്ലാൻഡ് എക്കോണമി ഗിവ്സ് ബർത്ത്. സെൻട്രൽ പ്ലാൻഡ് എക്കോണമി എന്തിന് ജന്മം നൽകുന്നു? ബർത്ത് ടു എന്തുവാ? ഡേഞ്ചർ ഓഫ് ബ്യൂറോക്രസി ആൻഡ് റെഡ് ടാപ്പിസം. എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്? ഡ്യൂ ടു ഇൻഎഫിഷ്യൻ്റ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് കേസ് അഗെയിൻസ്റ്റ് എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ്. എക്കണോമിക് ഫ്രീഡം ഇല്ലാതാകുന്നു. പ്ലാനിങ് ലീഡ്സ് ടു കയോസ്. ഈസി ആയിട്ട് പ്ലാനൊന്നും ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നല്ലൊരു ഹാർഡ് വർക്ക് ചെയ്താലും പ്രത്യേകിച്ച് എക്സ്ട്രാ ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. ഇത് എന്തിന് ജന്മം നൽകുന്നു? ബ്യൂറോക്രസിക്കും, ഡേഞ്ചർ ഓഫ് ബ്യൂറോക്രസിക്കും പിന്നെന്താ റെഡ് ടാപ്പിസത്തിനും ജന്മം നൽകുന്നു. അടുത്ത പോയിന്റ് എന്ന് പറയുമ്പോൾ നോട്ട് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ പ്ലാൻഡ് എക്കോണമിയുടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്കോണമി അല്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് റിജിഡാണ്, കർക്കശമാണ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ തന്നെ കർക്കശമാണ്. അപ്പോൾ പ്ലാൻഡ് എക്കോണമിയിലെ കാര്യങ്ങളെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചേ പോകത്തുള്ളൂ, എല്ലാം കർക്കശമായിട്ടാണ് പോകത്തുള്ളൂ. അല്ലാതെ ഇൻഡിവിജ്വൽ ഫ്രീഡംസോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഇത്തിരിയും കൂടെയും ഡെവലപ്പ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. നോട്ട് ഓട്ടോമാറ്റിക്. ദ സെൻട്രൽ പ്ലാൻഡ് എക്കോണമിസ് ജനറലി ഹിൻഡർ ദ ഓട്ടോമാറ്റിക് പ്രോസസ് ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പത്ത് വ്യവസ്ഥയിൽ ഓട്ടോമാറ്റിക് പ്രോസസ്സിനെ ഒന്നും ഇവർ പ്രൊമോട്ട് ചെയ്യത്തില്ല. ഇപ്പോൾ ഡിമാൻഡും സപ്ലൈ അത് തമ്മിൽ ഡിമാൻഡും സപ്ലൈയും കൂടെയാണ് ഒരു സാധനത്തിൻ്റെ വില നിശ്ചയിക്കുന്നത്. ആ ഒരു രീതിയൊന്നും പ്ലാൻഡ് എക്കോണമി കാണത്തില്ല. പ്ലാൻഡ് എക്കോണമിയിൽ ഗവൺമെൻറ് ഫിക്സ് ചെയ്യും സാധനങ്ങളുടെ സേവനങ്ങളുടെ എല്ലാം വില. അതാ പറഞ്ഞിരിക്കുന്നത് സെൻട്രൽ പ്ലാൻഡ് എക്കോണമി ജനറലി ഹിൻഡർ ദി ഓട്ടോമാറ്റിക് പ്രോസസ് ഓഫ് ആൻ എക്കോണമി. അവർ എന്തിന് തടസ്സം നിൽക്കുന്നു? ഓട്ടോമാറ്റിക് പ്രോസസ് ഓഫ് ആൻ എക്കോണമി. ഒരു സമ്പത്ത് വ്യവസ്ഥയിലെ ഓട്ടോമാറ്റിക് പ്രോസസ്സിനെല്ലാം അവരെതിരെ നിൽക്കുന്നു. കാര്യം എന്താ? അവർ പ്ലാൻ ചെയ്ത രീതിയിലേ നടക്കാവുള്ളൂ എന്നുള്ള ഒരു റിജിഡിറ്റി കൊണ്ടാണ്. ആൻഡ് മേക്ക് ഇറ്റ് എക്സ്ട്രീംലി റിജിഡ് ഫോർ നത്തിങ്. റിജിഡ് ചുമ്മാ കർക്കശ നിലപാടുകൾ കൊണ്ടങ്ങ് നിൽക്കും. അതാണ് എക്സ്ട്രീംലി റിജിഡ് ഫോർ നത്തിങ് എന്ന് പറയുന്നത്. അതപ്പം ആറാമത്തെ പോയിന്റ് എന്താണ്? നോട്ട് ഓട്ടോമാറ്റിക് എന്ന് പറയാൻ സെൻട്രലി പ്ലാൻഡ് എക്കോണമി എന്തിന് എന്തിനെതിരെ നിൽക്കുന്നു? ഓട്ടോമാറ്റിക് പ്രോസസ് ഓഫ് ആൻ എക്കോണമി. ഒരു എക്കോണമിയിൽ ഓട്ടോമാറ്റിക് പ്രോസസ്സിന് അവരെന്ത് ചെയ്യുന്നു? എതിരെ നിൽക്കുന്നു. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾക്കല്ല ഇവരെതിരാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ പറഞ്ഞ ആ പ്ലാനിലൂടെ മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു, കർക്കശമാക്കുന്നു. മേക്ക് ഇറ്റ് എക്സ്ട്രീംലി റിജിഡ് ഫോർ നത്തിങ്. അപ്പം നോട്ട് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ സെൻട്രലി പ്ലാൻഡ് എക്കോണമി ജനറലി എന്തിനെതിരെ നിൽക്കുന്നു? ഹിൻഡർ ദ ഓട്ടോമാറ്റിക് പ്രോസസ് ഓഫ് ആൻ എക്കോണമി. ഒരു എക്കോണമിയിൽ ഓട്ടോമാറ്റിക് പ്രോസസ്സിനെ അവരെതിരെ നിൽക്കുകയും എന്നിട്ട് അവരെന്തിൽ മാത്രം ഊന്നു നിൽക്കുന്നു? അവരുടെ പ്ലാനിങ്ങിൽ മാത്രം ഊന്നു നിൽക്കുന്നു. ആൻഡ് മേക്ക് ഇറ്റ് എക്സ്ട്രീംലി റിജിഡ് ഫോർ എന്തുവാണ്? നത്തിങ്. ഒന്ന് വായിച്ചു നോക്കി. എക്കോണമിയുടെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. സ്റ്റേബിൾ അല്ല. പ്ലാൻഡ് എക്കോണമിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. 5 വർഷം ഭരിക്കുന്ന ഈ ആദ്യത്തെ 5 വർഷം ഭരിക്കുന്ന ആൾക്കാരായിരിക്കത്തില്ല അടുത്ത 5 വർഷം ഭരിക്കുന്നത്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് പ്ലാൻഡ് എക്കോണമിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി 5 വർഷം ഭരിച്ചിട്ട് അവർ കുറേ പ്ലാനിങ് ഒക്കെ കൊണ്ടുവരും. അടുത്ത കോൺഗ്രസ് വരുമ്പം അതിനെതിരെ നിൽക്കും. എന്നിട്ട് കോൺഗ്രസ്സുകാർ അടുത്ത പ്രാവശ്യം വരുമ്പം 5 വർഷം കൊണ്ട് അവർ കുറേ പ്ലാനിങ് ഒക്കെ കൊണ്ടുവരും. അടുത്ത പ്രാവശ്യം വീണ്ടും കമ്മ്യൂണിസ്റ്റ് വരും, അവർ അതിനെതിരെ നിൽക്കും. അതങ്ങനെ അത് നമ്മുടെ സിസ്റ്റം അങ്ങനെ. അത് ഏത് പാർട്ടിയാണെങ്കിലും ഇപ്പോൾ ഇന്ന പാർട്ടി എന്നില്ല, അവർ നടപ്പിലാക്കുന്ന പ്ലാനിങ്ങുകൾ അടുത്ത 5 വർഷത്തെ പുതിയ പാർട്ടി വരുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനെ തകിടം മറിച്ച് അവർ പുതിയ പ്ലാനിങ് കൊണ്ടുവരും. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. മോർ അൺസ്റ്റേബിൾ. പ്ലാൻഡ് എക്കോണമി ഈസ് കൺസിഡേർഡ് മോർ അൺസ്റ്റേബിൾ. പ്ലാൻഡ് എക്കോണമി ഭയങ്കരമായിട്ട് സ്റ്റേബിൾ അല്ല. ഇൻ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ്, നമ്മുടെ രാജ്യം പോലെ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ ഗവൺമെൻറ് ആർ അൺസ്റ്റേബിൾ. നമ്മുടെ അണ്ടർ ഡെവലപ്ഡ് കൺട്രി അല്ലേ? അണ്ടർ ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രി. അണ്ടർ ഡെവലപ്ഡ് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. അത്ര ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത കൺട്രി എന്നല്ല നമ്മുടെ രാജ്യം. അപ്പം പ്ലാൻഡ് എക്കോണമിയിലെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ എന്തുവാണ്? മോർ അൺസ്റ്റേബിൾ ആണ്. പ്ലാൻഡ് എക്കോണമി വളരെ അൺസ്റ്റേബിൾ ആണ്. കാര്യം എന്താ? അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഗവൺമെൻറ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഗവൺമെൻറ് ആർ അൺസ്റ്റേബിൾ. ഇതെന്തിലേക്ക് വഹിക്കുന്നു? ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് ഭവിക്കുന്നു. വിച്ച് റിസൾട്ട് ഇൻ ഇൻസ്റ്റെബിലിറ്റി കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിലേക്ക് ഭവിക്കുന്നു. അപ്പോൾ മോർ അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ എത്രയേ ഉള്ളൂ? പ്ലാൻഡ് എക്കോണമി എപ്പോഴും എന്ത് തന്നെയാണ്? അൺസ്റ്റേബിൾ ആണ്. കാര്യം എന്താ? അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ ഗവൺമെൻറ് എപ്പോഴും എന്തുവാണ്? അൺസ്റ്റേബിൾ ആണ്. ഇതെന്തിലേക്ക് ഭവിക്കുന്നു?
വിച്ച് റിസൾട്ട് ഇൻ ഇൻസ്റ്റെബിലിറ്റി. കേസ് അഗെയിൻസ്റ്റ് എക്കണോമിക് പ്ലാനിങ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ, എക്കണോമിക് ഫ്രീഡം ഇല്ലാതാകുന്നു. പ്ലാനിങ് എന്തിലേക്ക് വഹിക്കുന്നു? ആയുസിലേക്ക് വഹിക്കുന്നു. പ്ലാൻസ് ഈസി ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എത്ര തന്നെ വർക്ക് ചെയ്താലും പ്രത്യേകിച്ച് ഇൻസെൻറ്റീവ്സ് ഒന്നും കിട്ടത്തില്ല. ഇതിനെന്തിന് ബെർത്ത് നൽകുന്നു? ബ്യൂറോക്രസിക്ക്, റെഡ് ടാപ്സിന് ബെർത്ത് നൽകുന്നു. എല്ലാം ഓട്ടോമാറ്റിക് എക്കോണമിയിലെ ഓട്ടോമാറ്റിക് പ്രോസസ്സിന് എതിരാണ്. ഇവർ കൂടുതലും റിജിഡിനാണ്, എക്സ്ട്രീം റിജിഡിനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരുടെ പ്ലാനിങ്ങിലൂടെ മാത്രമേ അവർ മുന്നോട്ട് പോകത്തുള്ളൂ. എക്കോണമിയിലെ ഓട്ടോമാറ്റിക് പ്രോസസ്സിനൊക്കെ ഇതൊരു എതിരാണ്. പിന്നെ ഇത് കൂടുതലും അൺസ്റ്റേബിളാണ്. പ്ലാൻഡ് എക്കോണമി എപ്പോഴും അൺസ്റ്റേബിളാണ്. കാരണം അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലെ ഗവൺമെൻറ് അൺസ്റ്റേബിളാണ്. അതെന്തിലേക്ക് വഹിക്കുന്നു? ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് വഹിക്കുന്നു, അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ലാതാക്കുന്നു.